അധിനിവേശ കാശ്മീരിൽ അരങ്ങേറുന്ന സംഘർഷം കൂടുതൽ മൂർച്ഛിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ പുറമേ നോക്കുമ്പോൾ യാതൊരുവിധ തരത്തിലും അവിടെ പ്രശ്നങ്ങൾ കാണുന്നില്ല. കാരണം അതൊരു സ്വതന്ത്ര രാജ്യമെന്ന് തോന്നിപ്പിക്കുമെങ്കിൽ പോലും അതൊരു പൊള്ളയായ മുഖംപട മാത്രമാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം പാക് അധീന കാശ്മീരിൽ പ്രതിഷേധം ഇപ്പോൾ അഗ്നിപർവ്വതം പോലെ പൊട്ടി പുറപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയും സൈന്യത്തിനെതിരെയും ജനരോക്ഷം അതിരൂക്ഷമാവുകയാണ്. ആയിരങ്ങൾ അവിടെ തെരുവിലിറങ്ങിയതോടുകൂടി തന്നെ മേഖലയിൽ സംഘർഷാവസ്ഥ രൂക്ഷമാവുകയും സ്വതന്ത്രമായ ഒരു പ്രധാനമന്ത്രി, പ്രസിഡന്റ്, പ്രത്യേക നിയമസഭ, ദേശീയ പതാക എന്നിവയുള്ളത് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു സ്വതന്ത്ര പ്രദേശം എന്ന പ്രതീതി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന പാക് അധീന കാശ്മീർ അഥവാ POK യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ രാഷ്ട്രീയ സൈനിക നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ് എന്ന ആരോപണങ്ങൾക്കിടയിലാണിപ്പോൾ ഇത്തരത്തിൽ വൻ ജനകീയ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കും വിലക്കയറ്റത്തിനും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അതിനെതിരെ തന്നെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി തെരുവിൽ ഇവിടെ ഇറങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും സാമ്പത്തിക ചൂഷണങ്ങൾക്ക് അറുതി വരുത്തണമെന്നും അവിടെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ അവാമി ആക്ഷൻ കമ്മിറ്റി അഥവാ JAAC എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ വൻ ജനകീയ മുന്നേറ്റം നടക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധ റാലികളും പൊതുയോഗങ്ങൾക്കും ഇത് പങ്കെടുത്തതായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം പ്രതിഷേധം ശക്തമായതോടുകൂടി തന്നെ പാക് സൈന്യവും പ്രാദേശിക പോലീസും കർശന നടപടികളിലേക്ക് കടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതേപോലെ പ്രതിഷേധകർക്ക് നേരെ വെടിവയ്പും ബലപ്രയോഗവും നടന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നിരവധി പേർക്ക് പരിക്കേറ്റതായും മേഖലയിൽ സുരക്ഷാ നിയന്ത്രണങ്ങൾ ഘടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി, ഉയർന്ന വൈദ്യുതി നിരക്കുകൾ, നികുതി വർധനവ്, തൊഴിലില്ലായ്മ, ഭരണകൂടത്തിന്റെ അവഗണന എന്നിവയാണ് ഈ പ്രതിഷേധത്തിന്റെ പ്രധാന കാരണങ്ങളായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പരിഗണിക്കപ്പെടുന്നതില്ല എന്നതാണ് പ്രതിഷേധകരുടെ ആരോപണം. ഇതിനിടെ തന്നെ പാക് അധീന കാശ്മീരിലെ നിലവിലെ സാഹചര്യം അന്താരാഷ്ട്ര ശ്രദ്ധ നേടി തുടങ്ങിയിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നതിനും സുരക്ഷാ സേനയുടെ ഇടപെടൽ കടുപ്പിക്കുന്നതിനും മേഖലയിലെ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്നതാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഒരു ഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധിയും മറുഭാഗത്ത് ജനകീയ പ്രക്ഷോഭവും ശക്തമാകുമ്പോൾ പാക് അധീന കാശ്മീരിലെ സ്ഥിതിഗതികൾ ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന നിർണായക ചോദ്യമാണിപ്പോൾ ഇവിടെ ഉയരുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ പൂർണ്ണ അധീനതയിലുള്ള ഭൂപട അല്ലെങ്കിൽ ആ ഒരു ഭൂപ്രദേശമായിട്ട് പോലും എന്തിനാണ് ഈ മേഖലയ്ക്ക് ഇപ്പോഴും പ്രത്യേക ഭരണഘടനയും അല്ലെങ്കിൽ ഭരണാധികാരികളും അതിനെ നൽകിയിരിക്കുന്നത് എന്നത് ഇവിടെ ചോദ്യമായി ഉയരുകയാണ്. ഈ പ്രദേശത്തെ ആസാദ് ജമ്മു ആൻഡ് കാശ്മീർ, അതായത് ജമ്മു ആൻഡ് കാശ്മീർ, സ്വതന്ത്ര കാശ്മീർ എന്ന് വിളിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ ഒരു പരമാധികാര രാജ്യത്തിന്റെ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ യഥാർത്ഥ അധികാരം പാക് സൈന്യത്തിന്റെ കൈകളിലാണ് എന്നതാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പല രീതിയിലും ഭരണഘടനാപരമായ ആശയക്കുഴപ്പങ്ങളുടെയും തർക്കങ്ങളുടെയും വേരുകൾ ഇവിടെ ഉറങ്ങുന്നുണ്ട് എന്നതും 1947 ഇന്ത്യൻ വിഭജന ചരിത്രത്തിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അന്ന് സ്വതന്ത്ര നാട്ടുരാജ്യമായിരുന്ന ജമ്മു കാശ്മീരിലെ ഭരണാധികാരിയാകട്ടെ അദ്ദേഹം പാകിസ്ഥാനിലോ അല്ലെങ്കിൽ എങ്ങും പാകിസ്ഥാനിലേക്കോ ഇന്ത്യയിലേക്കോ ചേരാതെ തന്നെ സ്വതന്ത്രമായി നിന്നുകൊണ്ടാണ് ആദ്യം തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. എന്നാൽ 1947 ഒക്ടോബറിൽ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി തന്നെ ഗോത്രവർഗ്ഗക്കാരും പാക് സൈന്യവും ജമ്മു കാശ്മീരിലേക്ക് അതിക്രമിച്ചു കയറുകയും കൂട്ടക്കൊലകൾ നടത്തുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ ഭയന്ന ആ ഭരണാധികാരിയാകട്ടെ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുകയും തുടർന്ന് അദ്ദേഹം ഒപ്പുവെച്ച ഒരു കരാറിനോട് കൂടി തന്നെ അത് പ്രകാരം ജമ്മു കാശ്മീർ ആകട്ടെ ഔദ്യോഗികമായി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി മാറി. ഇന്ത്യൻ സൈന്യം ശ്രീനഗറിൽ ഇറങ്ങി പാക് അധിനിവേശക്കാരെ തുരത്തി ഓടിക്കുകയാണ് പിന്നീട് ഒന്നാം ഇന്ത്യ പാക് യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത്. എന്നാൽ അന്ന് പാകിസ്ഥാൻ അനധികൃതമായി തന്നെ കൈവശപ്പെടുത്തിയ ഇന്ത്യൻ ഭൂപ്രദേശമാണ് ഇന്നത്തെ പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുന്നത്. തങ്ങൾ കയ്യേറിയ പ്രദേശം സ്വതന്ത്രമെന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ വരുത്തി തീർക്കാൻ പാകിസ്ഥാൻ അവിടെ കെട്ടി ഉയർത്തിയ വ്യാജ ഭരണ സംവിധാനത്തിന്റെ പൊള്ളത്തരമാണിപ്പോൾ സ്വന്തം ജനത തന്നെ തെരുവിൽ ചോദ്യം ചെയ്തുകൊണ്ട് അത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.